പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ കോൺഗ്രസിനെ ചൊല്ലിയുള്ള ചർച്ചകൾ അവസാനിക്കുന്നില്ല. ജനങ്ങൾക്കിന്ന് അറിയേണ്ടത് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ മൗനത്തെക്കുറിച്ചാണ്. ഇപ്പോൾ കോൺഗ്രസ് MP രാഹുൽ ഗാന്ധിയുടെ ട്വിറ്ററിലെ മൗനമാണ് ചർച്ചയാകുന്നത്. പ്രതിപക്ഷ MP-മാരിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും സജീവമായി ഇടപെടുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി, പ്രത്യേകിച്ച് എക്സിൽ. എന്നാൽ ഈ മാസം ഡിസംബർ 7-ന് ശേഷം രാഹുൽ ഗാന്ധി ഒരു ട്വീറ്റ് പോലും എക്സിൽ പങ്കുവച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഇത്രയും വലിയ ഇടവേള രാഹുൽ എക്സിൽ എടുക്കാറില്ല എന്നതാണ് ശ്രദ്ധേയം. ഈ മാസം ആദ്യ ഒരാഴ്ചയിൽ മാത്രം 8 ട്വീറ്റുകളാണ് എക്സിൽ രാഹുൽ ഗാന്ധി പങ്കുവച്ചിരുന്നത്. നവംബറിൽ 55 ട്വീറ്റും ഒക്ടോബറിൽ 48 ട്വീറ്റും രാഹുൽ ഗാന്ധി പങ്കുവച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ എക്സിലെ മൗനം ശ്രദ്ധേയമാകുന്നത്. ഡിസംബർ 7-ന് തെലങ്കാന മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത രേവന്ത് റെഡ്ഡിയെ അഭിനന്ദിച്ചുകൊണ്ടാണ് അദ്ദേഹം അവസാനമായി ട്വീറ്റ് ചെയ്തത്. തെലങ്കാനയിൽ പുതുതായി സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കും സംഘത്തിനും അഭിനന്ദനങ്ങൾ. ബംഗാരു തെലങ്കാന എന്ന സ്വപ്നം ഞങ്ങൾ സാക്ഷാത്കരിക്കുകയും ഞങ്ങളുടെ എല്ലാ ഉറപ്പുകളും നിറവേറ്റുകയും ചെയ്യുമെന്നായിരുന്നു രാഹുലിന്റെ അവസാനത്തെ ട്വീറ്റ്. സത്യപ്രതിജ്ഞാ ചടങ്ങിലെ ചിത്രങ്ങളും രാഹുൽ പങ്കുവച്ചിരുന്നു. എന്നാൽ ഇതിനുശേഷം ഒരു ട്വീറ്റ് പോലും രാഹുൽ പങ്കുവച്ചിട്ടില്ല. കഴിഞ്ഞയാഴ്ച രാജ്യമാകെ ശ്രദ്ധിച്ച നിരവധി സംഭവ വികാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിലൊന്നിൽ പോലും രാഹുൽ ഗാന്ധി എക്സിൽ പ്രതികരണം നടത്തിയിട്ടില്ല. ആർട്ടിക്കിൾ 370 സംബന്ധിച്ച വിധി വന്നത് ഈ ദിവസങ്ങളിലായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ശരിവെക്കുന്ന തരത്തിലായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. എന്നാൽ ഈ സമയത്ത് രാഹുൽ നിശബ്ദത പാലിച്ചു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ലോക്സഭയിലുണ്ടായ സുരക്ഷാ വീഴ്ചയിൽ പോലും രാഹുൽ ഗാന്ധി എക്സിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. പ്രതിപക്ഷം ഒന്നാകെ സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോഴാണ് രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയയിൽ നിശബ്ദത പാലിക്കുന്നത്. ലോക്സഭാ ചേംബറിൽ കളർ ഗ്യാസ് കാനിസ്റ്ററുകൾ പൊട്ടിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയും സഭയിലുണ്ടായിരുന്നു. രാഹുൽ സംഭവം നടക്കുമ്പോൾ ലോക്സഭയിൽ നിൽക്കുന്നതിന്റെ വീഡിയോ കോൺഗ്രസ് അനുകൂല സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ആഘോഷപൂർവ്വം കൊണ്ടാടിയിരുന്നു. രാഹുലിന്റെ ധീരതയെ പ്രകീർത്തിക്കുന്ന തരത്തിലായിരുന്നു ആ പോസ്റ്റുകൾ. ഇങ്ങനെയൊക്കെയുള്ള രാഹുലിന് ഇപ്പോഴെന്തു പറ്റി എന്നതാണ് അണികൾ തമ്മിൽ ചോദിക്കുന്ന ചോദ്യം. ജോഡോ യാത്ര മുതൽ രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിന്റെ ശക്തി നമ്മൾ കണ്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ ആ ശക്തി ജ്വലിച്ചു നിന്നിരുന്നു. എന്നാൽ ആ പഴയ രാഹുലിനെ അതിനുശേഷം ആരും കണ്ടില്ല എന്നതാണ് സത്യം.